ഇലക്ഷൻ ഡേ ആയിരുന്ന രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ട്. തലേദിവസം വൈകുന്നേരം ഷൈജോട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അശ്വിത് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഒന്ന് ബൂത്തിലേക്ക് വരണേ, കുറച്ച് നേരം ഇവിടെ ഇരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഒരു 9-9:30 ആയിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനിതാ പോവാണ്. അതിനിടയിൽ അമ്മയും അച്ഛനും ഒക്കെ രാവിലെ പോയി വോട്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ വസുവിനെ കൂടെ കൂട്ടുന്നുണ്ട്. ഓനാവുമ്പോൾ അവിടെ കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനും ലാലോടിനും വസുവും കൂടെയാണ് കേട്ടോ പോകുന്നത്. മാക്കൂലേക്കാണ് കേട്ടോ പോകുന്നത്. മാക്കൂല ബൂത്തിൽ കുറച്ച് നേരം ഇരുന്ന് തിരക്കില്ലെങ്കിൽ നമ്മളുടെ വോട്ടും ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ വസു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എവിടെയോ പോകുന്നതാണെന്നാണ് കുട്ടീൻ്റെ വിചാരം. എവിടെയാണെന്ന് അറിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ഓനിങ്ങനെ വണ്ടിയുമ്മലൊക്കെ ഒന്ന് പോയാൽ മതി. അപ്പോൾ അത് മാക്കൂലൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല, പക്ഷെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. തീരെ തിരക്കൊന്നും ഇല്ലാതല്ല, വിജനമായിട്ടൊന്നും അല്ലത്. വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബൂത്തിലെത്തിയപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ശ്രീജേച്ചിയും റിനേച്ചിയും ഒക്കെ ബൂത്തിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന്, അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ വോട്ട് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കാത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കാണ്ട് വോട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ ക്യൂ നിന്നാലും വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ബൂത്തിലെ. അങ്ങനെ നമ്മൾ ഓരോരോ വിശേഷങ്ങളും ഓരോരോ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ശ്രീജേച്ചിയും റിനേച്ചിയും കൂടെ വസുവിനെ കൊണ്ടൊരു വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. വസുവിന് ഭയങ്കര കൗതുകമായി കേട്ടോ. ഇതൊക്കെ ഞെക്കുമ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വസു അതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒന്നും മടിച്ചെങ്കിലും പിന്നെ വസു അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞെക്കാനുള്ള തിരക്കായിരുന്നു കുട്ടിക്ക്. പിന്നെ അത് കൊടുത്തില്ല, കാരണം പിന്നെ അതിൻ്റെ പരിപ്പെടുത്ത് കളയും. അങ്ങനെ കുറേ സമയം ഓനിതിങ്ങനെ ഞെക്കി. അപ്പോഴത്തേക്ക് റിനീച്ച് കൈമിൽ വോട്ട് ചെയ്തതല്ലേ മഷി പുരട്ടാന്ന് പറഞ്ഞിട്ട് പെണ്ണുകൊണ്ട് മഷിക്ക് ചെയ്ത് കൊടുത്ത്. കുട്ടി അതിങ്ങനെ കാണിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്കെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ ഓപ്പൺ വോട്ട് ചെയ്യേണ്ട ആൾക്കാരെത്തിയപ്പോൾ ഞാൻ ലാലോടിനും വസുവിനും അനീഷേൻ്റെ അടുത്ത് വെച്ചിട്ട് നേരെ സ്കൂളിലേക്ക് നടന്ന്. അപ്പോൾ സ്കൂളിൽ തിരക്കുണ്ട്, നമ്മളുടെ ബൂത്തിൽ വലിയ തിരക്കില്ല. അപ്പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ബൂത്തിൽ വേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വോട്ട് ചെയ്തിട്ട് ഇങ്ങ് പോരാൻ പറ്റി. അപ്പോൾ ഓപ്പൺ വോട്ട് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങ് പോരാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ബൂത്തിലേക്ക് തന്നെ വരുന്നിരുന്ന്. അപ്പോൾ ശ്രീജേച്ചി ഓപ്പൺ വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. കാരണം വസു ഈ റോഡിലേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓനെയും കൊണ്ട് നമ്മളിങ്ങോട്ട് പോന്നു. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ ചാർജൊക്കെ ചെയ്ത് പിന്നെ അടുത്ത വീഡിയോസ് എടുക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഒന്ന് ടൗൺ വരെ പോകുന്നതാണ് സാൻവിനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ടൗണിലെത്തിയപ്പോൾ നമ്മൾ തിരക്കൊന്നും ഉണ്ടാവില്ല, ഷോപ്പൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ മുടി വെട്ടാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ വടകര എത്തിയപ്പോൾ സാധാരണ ഒരു ദിവസം പോലെയുണ്ട്. വടകര നല്ല തിരക്കുണ്ട്, ഒന്നാമത് വിഷുവാണല്ലോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചുരിദാറിട്ട് പോകുന്നത് നമ്മളുടെ മാമിയാണ്, സാൻവിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നമ്മളവിടെ എത്തുന്നവരെ മാമി അറിയില്ല ഞങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ആൾ ഞെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ ത്രിവേണി കോംപ്ലക്സിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുറന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാം അടച്ചിട്ടാണുള്ളത്. പിന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ, മെയിനായിട്ടുള്ള ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. തിരക്കുള്ള ടെക്സ്റ്റൈൽസ് പോലത്തെ ഷോപ്പുകൾ, ചെരുപ്പിൻ്റെ കടകൾ, അങ്ങനത്തെ ഓരോന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ ഒരൊറ്റ ഷോപ്പ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഇതേ സാൻവിനെ അവിടെ കൊണ്ടുപോയി. ഇവിടെ വേറെ 2 കുട്ടികളുണ്ടായിരുന്നു. അതിനുശേഷം സാൻവിൻ്റെ മുടി വെട്ടി. ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് ആളെ മുടി വെട്ടാൻ കൊണ്ടുവന്നത്. ആളുടെ മുഖഭാവം കണ്ടാൽ അറിയാം. അങ്ങനെ കുട്ടീൻ്റെ മുടി അങ്ങ് ഷോർട്ടാക്കി കേട്ടോ. ഇപ്പോഴേ നീട്ടണ്ടാലോ, ഇനി നീട്ടാനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഇലക്ഷൻ ഡേ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, വീണ്ടും കാണാം.